Hello guys, welcome back to our YouTube channel. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഷാർജയുടെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന ഹിസ്റ്റോറിക്കൽ വില്ലേജ് ഓഫ് ഷാർജയെ പറ്റിയിട്ടാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് അൽ ഹിസൻ ഫോർട്ട് അല്ലെങ്കിൽ ഷാർജ ഫോർട്ടിന് മുമ്പിലാണ്. ആ വുഡ് ഉണ്ടല്ലോ, അത് റിപ്പൻറ്റൻസ് വുഡാണ്. ഇവിടെയാണ് കുറ്റവാളികളെ കെട്ടിയിട്ട് അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ വിധിച്ചിരുന്നത്. ഈ ഷാർജ ഫോർട്ടിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ 1850 ഇത് ബിൽഡ് ചെയ്തത്. അത് അതിൻ്റെ പ്രധാന വാതിലാണ് കേട്ടോ. അന്നത്തെ രാജകുടുംബത്തിൽപ്പെട്ടവർ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ആർക്കിയോളജിസ്റ്റ് ഇപ്പോഴും ഒരുപാട് പഠനങ്ങളും ഗവേഷണങ്ങളും ഈ ഫോർട്ടിന് ചുറ്റിലും നടത്തുന്നുണ്ട്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് പഴമ അതുപോലെ തന്നെ നിലനിർത്തുന്ന സ്ട്രീറ്റ്സിലൂടെയാണ്. അവിടെ കണ്ട കച്ചവട സ്ഥാപനങ്ങളായാലും മുസ്ലിം പള്ളിയാണെങ്കിലും ആ ഒരു ട്രഡീഷണൽ ടച്ച് അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത് ഞങ്ങൾ പോയത് അൽ ഷനാസിയ സൂക്കിലൂടെയാണ്. ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു കേട്ടോ ആ സ്ട്രീറ്റ്സിൽ. കന്തൂറ ഷോപ്സ് ഉണ്ടായിരുന്നു, സ്പൈസസ് കിട്ടുന്ന ഷോപ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഷൂസൊക്കെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ലൈക്ക് ലെതർ കൊണ്ട് ഷൂസൊക്കെ ഉണ്ടാക്കുന്ന കടകളൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. ആ സ്ട്രീറ്റ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു പ്ലസൻറ്റ് സ്മെല്ലായിരുന്നു കേട്ടോ. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ പെർഫ്യൂംസിൻ്റെയും ആ ഒരു സ്പൈസസിൻ്റെയും സ്മെൽസ് ഇങ്ങനെ മിക്സായിട്ട് നല്ല ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലായിരുന്നു ത്രൂ ഔട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഓരോ ഷോപ്സ് ആണെങ്കിലും അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആണെങ്കിലും പുറമേ ഉള്ള ബിൽഡിങ്സ് ആണെങ്കിലും എല്ലാം ആ ഒരു ഹെറിറ്റേജ്, ആ ട്രഡീഷണൽ ടച്ച് അതുപോലെ തന്നെ അവർ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ സ്ട്രീറ്റ്സിലൂടെ നടന്നപ്പോഴത്തേക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അതുതന്നെ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക. നമ്മൾ പഴയ ഈ അലാദിൻ കഥകളിൽ കണ്ടിട്ടുള്ള ആ അറബി നാടുകളിലെ കാഴ്ചകളുണ്ടല്ലോ, ആ പഴമ അതുപോലെ നിലനിർത്തുന്ന കുറേ കെട്ടിടങ്ങളും കോട്ടകളും പാതയോരങ്ങളും എത്ര ഭംഗിയായിട്ടാണല്ലേ അവരതിനെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരെത്രത്തോളം അവരുടെ കൾച്ചറിനെയും ട്രഡീഷൻസിനെയും വാല്യൂ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ഒരുപാട് ടൂറിസ്റ്റ് ഈ ഹിസ്റ്റോറിക്കൽ വില്ലേജ് അവിടുത്തെ കാഴ്ചകൾ ഒക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഈ മൊമെൻറ്റ്സൊക്കെ ക്യാപ്ചർ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. ഈ ഹിസ്റ്റോറിക്കൽ വില്ലേജിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കോർണിഷ്. അതുകൊണ്ട് തന്നെ ആവണം അന്നത്തെ കാലം മുതലേ തന്നെ ഇത്രയും കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. നല്ല വെതറായിരുന്നു. ഞങ്ങൾ നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു. ഞങ്ങളുടെ രണ്ടുപേരും ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ ഇത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരിക്കാറുണ്ട്. ഞങ്ങളിവിടെ വന്നിരുന്ന് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും വിഷമങ്ങളോ സ്ട്രെസ്സോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുന്ന മിക്കപ്പോഴും ഇവിടെ വന്നിരുന്നാണ്. ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും സൈലൻസൊക്കെ ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ നല്ലൊരു മനോഹരമായ ഈവനിങ് ഇവിടെ സ്പെൻഡ് ചെയ്ത് കുറേ കാഴ്ചകളും കുറേ ആൾക്കാരെയൊക്കെ കണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും വെൽക്കം ടു അവർ ഫാമിലി. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ പറയുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.